ബാലുശ്ശേരി പോലീസിന് മാത്രം ഇതുവരെ 40ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, കൂടുതൽ പരാതികൾ ലഭിക്കുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരാതി പ്രവാഹം എന്ന് പറയാം അല്ലേ രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അവിടെ കോഴിക്കോട് ബാലുശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികളാണ് ധാരാളമായി വന്നിട്ടുള്ളത്. അതിൽ ഉള്ള പരാതികളിൽപ്പെട്ടതിലാണ് 2 കേസുകൾ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കൂടി അദ്ദേഹത്തെ കൂടി പ്രതി ചേർത്തുകൊണ്ട് എടുത്തിട്ടുള്ളത്. ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട്. ആ പരാതികളിലൊക്കെ തന്നെ ചിലതിലൊക്കെ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ള കരാർ കാലാവധി ഏപ്രിലാണ് കഴിയുന്നത്. അപ്പോൾ കരാർ ലംഘനം നടക്കാത്ത പക്ഷം എങ്ങനെയാണ് കേസെടുക്കുക എന്നൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല അതിൽ മറ്റ് കേസുകൾക്കൊപ്പം ചേർത്ത് വെക്കേണ്ട കേസുകളുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സീഡ് സൊസൈറ്റിയുടെ പേരിലുള്ള കേസുകൾ ഒന്നിച്ച് ഒരൊറ്റ കേസായി പരിഗണിക്കുകയാണെങ്കിൽ ഈ കേസുകളൊക്കെ തന്നെ ഒരൊറ്റ കേസിന്റെ ഭാഗമായി ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. എന്തായാലും കോഴിക്കോട് വിവിധ സ്റ്റേഷനുകളിലായി ധാരാളം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സൊസൈറ്റികളും ഈ പണം തിരിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി ഈ പരാതികൾ പിൻവലിപ്പിക്കുന്ന ഒരു നടപടിയും ഇതേ സമാന്തരമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. 11 സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചാണ് കോഴിക്കോട് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഓഫർ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ പലരുടെയും കാലാവധി ഏപ്രിൽ മാസമായതുകൊണ്ട് ആ ഏപ്രിൽ മാസത്തിനകം വാഹനമോ അല്ലെങ്കിൽ തുകയോ നൽകും എന്നുള്ള ഒരു ഉറപ്പ് സൊസൈറ്റികൾ ഇപ്പോഴും കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പരാതികളുടെ എണ്ണം അധികമാവാതെ ഇപ്പോഴും ഒരു പരിധിയിൽ നിൽക്കുന്നത്. എങ്കിൽ കൂടി ഇത്തരം വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നുണ്ട്. സൊസൈറ്റികൾ പലതും പണം തിരികെ കൊടുത്ത് തടിയൂരാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. ആരോപണം വരുമ്പോൾ പണം തിരിച്ചു കൊടുത്ത് ചിലരെങ്കിലും തടിയുരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ ചിലരൊക്കെ നിരപരാധികളാണ് എന്ന് തന്നെ നമ്മൾ പറയണം. ഇതിൽ ചില പ്രൊമോട്ടർമാർ വന്ന് പെട്ടുപോയത്, അവർക്കൊക്കെ കമ്മീഷൻ കിട്ടിയത് വളരെ കുറച്ച് പൈസ മാത്രമാണ്. ഒരുപക്ഷെ ഒരു 10,000 രൂപ മുതൽ 15,000 രൂപ വരെ 4-5 മാസങ്ങൾക്കിടയിൽ ഇതേപോലെയുള്ള പ്രവർത്തനം നടത്തിയതിന് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പല പ്രൊമോട്ടർമാർക്കും അതിനകത്ത് വലിയ ധനസമ്പാദനമൊന്നും അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല, അവർ നടത്തിയിട്ടുമില്ല. അവർ പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങിയിരിക്കുന്നൊരവസ്ഥയുണ്ട്. അവരുടെ കാര്യം വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം മുഴുവൻ റിപ്പോർട്ടർ TV ആ വാർത്തയ്ക്ക് പിന്നാലെ പോയതും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നതും. വന്നപ്പോഴാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതിൻ്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ ഈ വണ്ടി കിട്ടിയവരൊന്നും അല്ല എന്ന് മനസ്സിലായത്. ലക്ഷങ്ങൾ വാങ്ങിയ മനുഷ്യരാണത്രേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഞ്ജന വ്ലോഗ് വെരി ഗുഡ് മോർണിംഗ്. ദേവിക വെരി ഗുഡ് മോർണിംഗ്. സപ്ലൈകോയിലെ നിയമന നിരോധനത്തെക്കുറിച്ച് ആ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി ആ വാർത്ത നമുക്ക് പ്രേക്ഷകരുടെയും അധികാരികളുടെയും ശ്രദ്ധയിലെത്തിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ആൻഡ് റിപ്പോർട്ടർ ടീം. എൻ്റെ പൊന്നോ അനന്തകൃഷ്ണൻ്റെ ഒരു കാര്യം എന്ന് സുമാമോഹൻ പറയുന്നു. അങ്ങനെ തന്നെയാണ്, നമിച്ചു പോകും അല്ലേ? അത്രയും വലിയ ആസൂത്രണമായിരുന്നു എന്നുള്ളതാണ്. വീഡിയോകോൺ ചാനൽ മാറ്റുമെന്ന് പറയുന്നുണ്ട്. ഇല്ല, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടാണ്, നമുക്ക് അത് പരിഹരിക്കാം, ഇനിയും സമയമുണ്ടല്ലോ. ഇതുപോലുള്ള കുരുട്ടുബുദ്ധിയുള്ളവരെ നാട്ടിലെ ധനവകുപ്പിൽ സ്ഥിരപ്പെടുത്തിയാലോ അരുൺ സാർ എന്ന് ചോദിക്കുന്നൊരു സൂര്യോദയം നിതീഷ്. എന്താണ് സൂര്യോദയം നിതീഷ്? നമ്മുടെ ധനവകുപ്പിലുള്ളത് കുരുട്ടുബുദ്ധിക്കാരാണെന്നാണോ? അല്ല കേട്ടോ, അവരൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിയുള്ളവരും ശേഷിയുള്ളവരും ഒക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ തട്ടിപ്പ് വഴി ഇങ്ങനെ അധികകാലം നിലനിൽക്കാൻ കഴിയില്ലല്ലോ. ഇത് ഒരു നാൾ കള്ളൻ ചിലപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പല തട്ടിപ്പുകളൊക്കെ നടത്തി വന്നപ്പോൾ ഒരു ദിവസം പിടിച്ചു എന്ന് മാത്രം. എന്തെങ്കിലുമൊക്കെ പിടിയിലാവും. ഈ തട്ടിപ്പിനൊക്കെ ഒരു അന്തമില്ലേ? എല്ലാ തട്ടിപ്പും അങ്ങനെയാണ്, പ്രത്യേകിച്ച് മണി ചെയിൻ മോഡൽ. പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. ആരെങ്കിലും ചേർത്ത് കൊടുത്താൽ ലാഭം കിട്ടാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ വഴിക്ക് പോവാതിരിക്കുക. പാതി വിലയ്ക്ക് ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ ചേട്ടാ ഗുഡ് ബൈ, കേട്ടിട്ടുണ്ട് എന്ന് പറയുക, അത്രയേ ഉള്ളൂ.